ഈ ലോകത്തിന്റെ കഷ്ടപ്പാടുകളും വേദനയും മുറിവുകളും, ഈ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളും ഒരു കണ്ണുചിമ്മലോടുകൂടെ ഒരു അന്ത്യശ്വാസത്തിലൂടെ അവസാനിക്കുമ്പോൾ അല്ലാഹുവേ, ആയുസ് അവസാനിക്കാത്ത, വാർദ്ധക്യം വരാത്ത, സൗന്ദര്യം തീർന്നു പോകാത്ത ഒരു ലോകത്തേക്കല്ലയോ നീ ഞങ്ങളെ വിളിക്കുന്നത്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നമ്മളെ വിളിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ ആ സമാധാനം കിട്ടൂല. വീട്ടിൽ മോളെ കല്യാണം നടക്കുകയാണ്, ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നും. 2 ദിവസം കഴിഞ്ഞാൽ പന്തലർക്ക് പൈസ കൊടുക്കണം, ഭക്ഷണക്കാർക്ക് പൈസ കൊടുക്കണം, അവരെ പിരിച്ചുവിടണം, ഇവരെ പിരിച്ചുവിടണം. പിന്നെ കുറെ കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയവരുടെ പരാതി. ഇനി എങ്ങനെ ലിസ്റ്റിട്ടാലും 4 ആളെ മറക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അവരുടെ വക ചില കമൻറ്റുകൾ വരും. അപ്പോൾ ഭയങ്കര ആ ഒരു സന്തോഷമൊക്കെ പിന്നെ തീർന്നു. വേണ്ടില്ലായിരുന്നടി, കല്യാണം നടത്തണ്ടായിരുന്നു എന്ന് ഭാര്യയോട് പറയും. പിന്നെ എന്തേ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കുറച്ചേ ഉള്ളൂ ദുന്യാവിൽ, ബാക്കി അധികവും സങ്കടമാണ്, അല്ലേ? യാ അല്ലാഹ്, അതുകൊണ്ട് അല്ലാഹു നമ്മളെ വിളിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഇവിടുത്തെ ഒരു തിന്മ കൊണ്ട് നാളെ പരലോകത്തിന്റെ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇവിടുത്തെ ഒരു ആനന്ദം കൊണ്ട് നാളെ പരലോകത്തിന്റെ ഇറ്റേണൽ, ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം നഷ്ടപ്പെടാതിരിക്കട്ടെ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ആത്മവിമർശനം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ ശരിയാക്കിയെടുക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു വസ്ത്രമണിയുമ്പോൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ഇത് രസമുണ്ടോ, ഇത് ഭംഗിയുണ്ടോ, ഇതെനിക്ക് ചേർന്നിട്ടുണ്ടോ, ഇതിൻ്റെ സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ടോ എന്ന് തൊട്ടടുത്ത കൂട്ടുകാരിയോട് ചോദിക്കുന്ന പോലെ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശത്തരങ്ങളുണ്ടോ, എൻ്റെ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ഞാനും അല്ലാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എൻ്റെ സുബ്ഹി നിസ്കാരം കൃത്യമായി നടക്കുന്നുണ്ടോ, എൻ്റെ തഹജ്ജുദ് എങ്ങനെയാണ് നടക്കുന്നത്, എൻ്റെ നാവിൽ ദിക്ർ വരുന്നുണ്ടോ, എൻ്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വന്നു കയറുന്നുണ്ടോ, എൻ്റെ ആത്മാവ് പരിശുദ്ധമാണോ, ശുദ്ധിയുള്ളതാണോ, എൻ്റെ സ്വഭാവം നന്നായിട്ടുണ്ടോ, എൻ്റെ വാക്കുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിചാരണ ചെയ്യുക. അതിനാണ് മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിരാശപ്പെടാനല്ല. പുണ്യ നബി തങ്ങൾ പറയുമായിരുന്നു, കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കൾ ഓരോരുത്തരും, അമ്പിയാക്കന്മാരൊഴികെ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയോ? തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവരോ? തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാ? അത്തൗവാബൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. തിന്മ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര്. നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കളെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തിന്മകൾ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവര് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുകയാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും. അവരവരുടെ നാവുകൾ തന്നെ അവർക്കെതിരായി സാക്ഷി പറയും. വഅയ്ദീഹിം വഅർജുലുഹും. അവരുടെ കൈകളും അവരുടെ കാലുകളും ബിമാ കാനൂ യഅമലൂൻ. ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ കുറിച്ച് നാട്ടുകാരല്ല പറയുന്നത്, കൂട്ടുകാരല്ല പറയുന്നത്, സ്വന്തം ശരീരം തനിക്കെതിരെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് സൂറത്തുൽ ഫസ്സിലത്ത് 22-ാമത്തെ ആയത്ത്. വയഖൂലുൽ അശ്ഹാദ് ഹാഉലാഇ അല്ലദീന കദബൂ അലാ റബ്ബിഹിം അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ. മാലാഖമാർ സാക്ഷികളായി വിസ്തരിക്കപ്പെടുമ്പോൾ അവർ പറയും, ഹാഉലാ, അല്ലാഹുവേ ഈ കൂട്ടരാണ്, അല്ലദീന കദബൂ അലാ റബ്ബിഹിം, അല്ലാഹുവിനെ
കുറിച്ച് നുണ പറഞ്ഞവർ, പടച്ചവനില്ല എന്ന് പറഞ്ഞവരാണ് റബ്ബേ ഇവർ, നാസ്തികവാദം പറഞ്ഞവരായിരുന്നു റബ്ബേ ഇവർ, നിന്റെ അസ്തിത്വം നിഷേധിച്ചവരാണിവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പേജുകൾ ഉണ്ടാക്കി, ആളെ കൂട്ടി നിന്നെ കളിയാക്കി ചിരിച്ച് ആർത്തട്ടഹസിച്ചവരായിരുന്നു റബ്ബേ ഇത്. അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ. പടച്ചവനെ, ഞങ്ങൾ അവരെ ശപിക്കട്ടെയോ? നിന്നെക്കുറിച്ച് മോശം പറഞ്ഞ ഈ ആളുകളെ ഞങ്ങൾ ശപിക്കുകയാണ് റബ്ബേ എന്ന് വയഖൂലുൽ അശ്ഹാദ്, നാളെ മാലാഖമാർ പറയും എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദിൽ ദിവസമാണ്. വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ജമീഅൻ ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന അന്നഹും അലാ ശൈഇ. അല്ലാഹു നാളെ വിസ്തരിച്ചുകൊണ്ട് കുറ്റവാളികളെ, തിന്മ ചെയ്തവരെയും നന്മ ചെയ്തവരെയും അല്ലാഹു വേർതിരിക്കുകയാണ്. അവിടെ വെച്ചവരെ സത്യം ചെയ്ത് പറയും, ദുന്യാവിൽ സത്യം ചെയ്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തത് ന്യായമാണ് എന്നവർ പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് നജ്വ എന്ന് പറയാ. നജ്വ എന്നതാണ് മുഅ്മിനീങ്ങളുടെ വിചാരണ. നജ്വയാണ് യുഖർറിറുല്ലാഹു അബ്ദഹുൽ മുഅ്മിൻ ബിദുനൂബിഹി ഫയുദ്നി. മുഅ്മിനീങ്ങളായ ആളുകളെ മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ വിശ്വസിക്കുകയും പുണ്യനബി തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനറിയാം. അരികത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു തിന്മകളുടെ റെക്കോർഡുകൾ കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇത് നീ ചെയ്തതല്ലയോ? അമിൽത കദാ വകദാ ഫീ യൗമി കദാ വകദാ, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലായിരുന്നോ? പറയും നഅം റബ്ബേ, നഅം, അതെ അതെ അതെ. നിനക്കെന്തെങ്കിലും നിഷേധിക്കാനുണ്ടോ? ഇല്ല റബ്ബേ, നിഷേധിക്കാനില്ല, ഞാൻ ചെയ്തതു തന്നെ. എന്റെ മലക്കുകൾ നിന്നോട് അനീതി ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്ത നന്മകൾ എന്റെ മലക്കുകൾ എഴുതാതെ പോയിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്യാത്തത് നിന്റെ മേൽ എന്റെ മലക്കുകൾ ആരോപിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. നിനക്കെന്തെങ്കിലും ന്യായമോ ഒരു എക്സ്ക്യൂസോ എന്നോട് പറയാനുണ്ടോ? ഇല്ല റബ്ബേ, എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, യാ അബ്ദീ, എന്റെ ദാസനെ, അന സതർതുഹാ അലൈക ഫിദ്ദുനിയാ, ദുനിയാവിൽ ആരും അറിയാതെ, ആരോടും പറയാതെ ഞാൻ നിനക്കത് മറച്ചു വെച്ചു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്ന് ഞാൻ നിനക്ക് നിരുപാധികം അപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞു. സുമ്മ യുഅതാ കിതാബു ഹസനാതിഹി ബിയമീനി, തന്റെ വലത് കൈയിൽ അമലിന്റെ കിതാബ് നൽകപ്പെടുകയാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ദുനിയാവിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു സമയം സംസാരിക്കാൻ പറ്റൂ, ഇന്റർവ്യൂ നടക്കുമ്പോൾ 1 to 1 സംസാരിക്കുമ്പോൾ. എന്നാൽ അത് സൃഷ്ടികൾ അല്ലാഹുവിനങ്ങനെയല്ല, കോടാനുകോടി ആളുകളോട് ഒരേ സമയം അല്ലാഹുവിന് വിചാരണ ചെയ്യാൻ കഴിയും. ആ വിചാരണയിൽ സത്യവിശ്വാസികളെ അരികത്തേക്ക് വിളിച്ച് നീ ചെയ്തതല്ലേ? അതേ റബ്ബേ. നിഷേധിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. എന്നാൽ നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്ന ഒരു വിചാരണയുണ്ട്. ആ വിചാരണയുടെ പേരാണ് നജ്വ എന്ന് പറയുന്നത്. ആ ഹദീസിനെ കുറിച്ച് തന്നെ ഹദീസുൻ നജ്വ എന്ന് പറയാം. ഈ തരത്തിലുള്ള വിചാരണ റബ്ബേ, നീ നാളെ ഞങ്ങളോട് വിചാരണ ചെയ്യുമ്പോ റബ്ബേ, ഈ വിചാരണ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തിന്മകൾ, തെറ്റുകൾ നമ്മിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നതും സ്വാഭാവികമാണ്. മനുഷ്യൻ ഉറങ്ങുന്നു, ഉറക്കെന്ന് പറഞ്ഞ ഐബാണോ? അല്ലല്ലോ. ഉറങ്ങാതിരുന്നാൽ അതിന് ചികിത്സിക്കുക ചെയ്യുക. ഭക്ഷണത്തിന് ദാഹവും വിശപ്പും തോന്നുന്നു, അത് തോന്നാതിരുന്നാൽ അതൊരു അസുഖമാണ്, അല്ലേ?
എന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമാണ് തിന്മ ചെയ്യുന്നത്. ഉറക്കം ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഉറങ്ങും, ഉറക്കം വരാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്.